നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. സ്വന്തം അമ്മയോട് ആരെങ്കിലും മോശമായി പെരുമാറിയാൽ ഒരു മകനും അത് സഹിക്കാൻ കഴിയില്ല. എത്ര അടുത്ത സുഹൃത്താണെങ്കിലും അവർക്ക് മാപ്പ് കൊടുക്കില്ല. കോഴിക്കോട് ഓട്ടോ ഡ്രൈവറുടെ കൊലപാതകത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ഓട്ടോ ഡ്രൈവറായ ശ്രീകാന്തിനെ കൊലപ്പെടുത്തിയത് സുഹൃത്തിന്റെ അമ്മയോട് മോശമായി പെരുമാറിയതിന്റെ വിരോധത്തിലാണ്. ഞായറാഴ്ചയാണ് സംഭവം ഉണ്ടായത്. കേസിൽ വെള്ളയിൽ സ്വദേശി ധനേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ധനേഷിന്റെ അമ്മയോട് ശ്രീകാന്ത് അപമര്യാദയായി പെരുമാറിയതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. പേഴ്സണൽ എൻമിറ്റിയാണ് ഇതുവരെ നമുക്ക് മനസ്സിലായത്. അത് തന്നെയാണ് നമുക്ക് നോക്കുന്നത്. വേറെ എന്തെങ്കിലും എങ്കിലും ഉണ്ടോ നമുക്ക് അന്വേഷിച്ച് മാത്രം പറയാൻ പറ്റൂ. കാർ കത്തിച്ച് അതേ പ്രതി തന്നെയാണോ, മർഡർ പ്ലാൻ ചെയ്ത് തന്നെയാണോ നമുക്ക് ഇതുവരെ തോന്നുന്നത്. ബാക്കി നമുക്ക് എവിഡൻസ് കിട്ടിയതിനു ശേഷം മാത്രം നമുക്ക് പറയാൻ പറ്റൂ. അതിലെ ബന്ധപ്പെട്ട കേസ് നമുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലെ കേസ് ഇവിടെ ഈ സ്റ്റേഷനിൽ തന്നെ ഉണ്ട്. അതിൽ നമുക്ക് 2 ദിവസം മുമ്പാണോ അതിന് അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. അതിൽ സംഭവമായി 2 സംഭവത്തിന് അടുത്തടുത്താണോ. അവിടെ CCTV ഇല്ലായിരുന്നു. അതാണ് നമുക്ക് നേരത്തെ തന്നെ കിട്ടിയായിരുന്നു. അവിടെ വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പിന്നീട് ഇത് ഈ ശ്രീകാന്ത്, കൊല്ലപ്പെട്ട ശ്രീകാന്ത് സുഹൃത്തായ ധനേഷിന്റെ അമ്മയോട് മോശമായി പെരുമാറി. അതിന്റെ വിരോധത്തിലാണ് കൊലപാതകം നടത്തിയതെന്ന് പറയുന്നു. ഇത് ആസൂത്രിതമായ കൊലപാതകമാണെന്നാണോ പോലീസ് വ്യക്തമാക്കുന്നത്? അനീഷ്, ടോം, കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയായിരുന്നു കോഴിക്കോട് നഗരത്തെ ഞെട്ടിക്കുന്ന ഈ കൊലപാതക വാർത്ത പുറത്തു വന്നത്. പോലീസ് എത്തിയപ്പോഴേക്കും വെട്ടേറ്റ നിലയിലായിരുന്നു ശ്രീകാന്ത് ഉണ്ടായിരുന്നത്. പിന്നീട് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ ശരീരത്തിൽ 18 വെട്ടുപാടുകളടക്കം 34 മുറിപ്പാടുകൾ ഉണ്ട് എന്നാണ് കണ്ടെത്തിയത്. ഈ ശ്രീകാന്തിനൊപ്പം തന്നെ മറ്റൊരാൾ കൂടി ആ സമീപത്ത് മദ്യപിച്ച് ഏതാണ്ട് അബോധാവസ്ഥയിലായ രീതിയിൽ കിടപ്പുണ്ടായിരുന്നു. എന്തായാലും ഇയാളെയാണ് ആദ്യം ആ കേസിൽ ഒരു തെളിവെന്ന രീതിയിൽ പോലീസിന് ലഭിക്കുകയുണ്ടായത്. എന്നാൽ മദ്യലഹരി വിട്ടുണർന്ന ശേഷം ചോദ്യം ചെയ്തെങ്കിലും ഇക്കാര്യത്തിൽ കാര്യമായൊരു പുരോഗതി ഉണ്ടായില്ല. കാരണം ഇയാൾ മദ്യപിച്ച ബോധാവസ്ഥയിൽ തന്നെ കിടന്നുറങ്ങുന്നതുകൊണ്ട് തന്നെ അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് കൃത്യമായി അറിവില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് പോലീസ് തെരച്ചിൽ ആരംഭിച്ചു. പക്ഷേ അപ്പോഴും നേരത്തെ 10 വർഷം മുമ്പുള്ള ഒരു കൊലക്കേസിൽ കുണ്ടൂപ്പറമ്പിലെ പ്രഭുരാജ് എന്നയാളെ കൊല ചെയ്ത കേസുമായി ബന്ധപ്പെട്ട അതിലെ പ്രതി ആയിരുന്ന ആൾ കൂടിയാണ് ശ്രീകാന്ത്. അതുകൊണ്ട് തന്നെ ശ്രീകാന്ത് ഇത്തരം ഈ കൊലപാതക കേസിലെ എന്തെങ്കിലും വൈരാഗ്യം നിലനിൽക്കുന്നതാണോ ഇത്തരമൊരു കൃത്യത്തിലേക്ക് നയിക്കാൻ കാരണമെന്ന രീതിയിലും പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒപ്പം ഈ ശ്രീകാന്ത് മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് ഇയാളുടെ കാർ പൂർണ്ണമായും കത്തിനശിച്ച അവസ്ഥയിൽ പണിക്കർ റോഡ് എന്ന സ്ഥലത്ത് ഈ മൃതദേഹം കിടന്ന സ്ഥലത്ത് തന്നെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ആ സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് ആരംഭിക്കുകയും അതുമായി ബന്ധപ്പെട്ട ലഭിച്ച തെളിവുകൾ പരിശോധിക്കുകയും ചെയ്തു. എന്നാൽ ഇത്തരത്തിൽ ഈ 2 സംഭവങ്ങളിലെയും നേരിട്ട് ബന്ധിപ്പിക്കുന്ന തെളിവുകളൊന്നും പോലീസിന് ലഭിക്കുകയും ചെയ്തില്ല. ഇതിനിടയിലാണ് ഈ ധനേഷ് എന്നയാൾ, ഈ ധനേഷിന്റെ അമ്മയുടെ ഈ ശ്രീകാന്തിന്റെ ബന്ധു കൂടിയാണ്. ധനീഷ് ബന്ധുവും സുഹൃത്തുമൊക്കെയാണ്. ഈ ധനീഷിന്റെ ബന്ധുവിനോട് അപമര്യാദയിൽ പെരുമാറിയെന്ന ഒരു ചെറിയ പ്രശ്നം ഇരുവരും തമ്മിലുണ്ടായിരുന്നു എന്ന കാര്യം പോലീസ് അറിഞ്ഞു. പിന്നീട് ഈ വിശദമായ സമീപപ്രദേശങ്ങളിലൊക്കെ CCTV പരിശോധിച്ചപ്പോൾ ഹെൽമറ്റ് വെച്ച് ബൈക്കിൽ പോകുന്ന ഒരാളെ ലഭിക്കുകയും ചെയ്തു. പക്ഷേ ഇത് ധനീഷാണെന്നതിന് യാതൊരു തെളിവുകൾ കൃത്യമായി ലഭിക്കുന്ന തരമുള്ള തെളിവുകൾ ലഭിക്കുകയും ചെയ്തില്ല. എന്നാൽ പിന്നീട് ഈ അമ്മയുമായി അപമര്യാദയിൽ പെരുമാറിയ സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തത്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ കൃത്യം നടത്തിയതിനെക്കുറിച്ചൊന്നും ധനീഷ് സമ്മതിച്ചില്ല. പിന്നീട് വിശദമായ തെളിവുകളുടെ ഈ CCTV ദൃശ്യങ്ങളടക്കം ലഭിച്ച തെളിവുകൾ അപഗ്രഥിച്ച് നടത്തിയ ചോദ്യം ചെയ്യലാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. എന്തായാലും നേരത്തെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത് ഈ പേഴ്സണൽ എനിമിറ്റി, വ്യക്തിപരമായ വൈരാഗ്യമാണ് ഇത്തരമൊരു കുറ്റകൃത്യത്തിലേക്ക് നയിക്കാൻ പ്രതിയെ പ്രേരിപ്പിച്ചതെന്നാണ്. കാരണം സ്വന്തം അമ്മയോട് അപമര്യാദയിൽ പെരുമാറിയത് ബന്ധുവായ ശ്രീകാന്ത് ഇത്തരമൊരു പെരുമാറിയത് ഒരു തരത്തിലും അംഗീകരിക്കാൻ ഇയാൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് വെള്ളിയാഴ്ച ഈ ശ്രീകാന്തിൻ്റെ കാറ് പൂർണ്ണമായും കത്തിച്ചു, മണ്ണെണ്ണ ഒഴിച്ചു. അതിപ്പോൾ ശ്രീകാന്ത് ഈ കാറിനകത്ത് ഉണ്ടായിരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണോ അല്ലെങ്കിൽ കാറ് മാത്രം കത്തിച്ച് പ്രതികാരം തീർക്കണമോ എന്ന് കരുതിയാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അക്കാര്യത്തെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അത്തരത്തിൽ കാറ് കത്തിച്ച ശേഷവും ശ്രീകാന്തിൻ്റെ പക അടങ്ങിയില്ല. ഇതിനുശേഷമാണ് ഈ ഞായറാഴ്ച രാത്രിയോടുകൂടി ഈ മദ്യപിച്ച് അബോധാവസ്ഥയിലൊക്കെ ആയ നിലയിൽ ബീച്ച് പരിസരത്ത് വെച്ച് ഈ ശ്രീകാന്തിനെ ധനീഷ് വീണ്ടും കാണുന്നത്. അതിനുശേഷം കൃത്യമായൊരു നിരീക്ഷണത്തിൻ്റെ കീഴിൽ ആക്കുകയും ചെയ്തു. പിന്നീടാണ് അർദ്ധരാത്രിയോടുകൂടി വീണ്ടും ഈ സ്ഥലത്തെത്തിയത്. അപ്പോഴും
ഈ ശ്രീകാന്തിനൊപ്പം ചില സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ആ സമയത്ത് കൃത്യം നടത്താതിരിക്കുകയും പുലർച്ചയോടെ 3:00 വീണ്ടും ഈ ധനീഷ് ഈ സ്ഥലത്തേക്ക് എത്തി. അപ്പോൾ 2 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഒപ്പം നേരത്തെ കസ്റ്റഡിയിൽ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അയാൾ പൂർണ്ണമായും അബോധാവസ്ഥയിലായ രീതിയിൽ ഉറങ്ങുകയായിരുന്നു. മറുവശത്താണ് ഉണ്ടായിരുന്നത്. ഈ ആക്രമിക്കാനായി എത്തിയപ്പോൾ തന്നെ ഈ കുതിരി ചാടി മറുവശത്തേക്ക്, റോഡിൻ്റെ മറുവശത്തേക്ക് ചാടി അവിടെ ഇട്ട് വീണ്ടും വെട്ടുകയായിരുന്നു. അങ്ങനെ 18 വെട്ടുകൾ ആ ശരീരത്തിൽ ഏർപ്പെടുത്തി എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും അങ്ങേയറ്റം ക്രൂരമായ ഒരു കൊലപാതകം എന്ന് തന്നെ നമുക്ക് ഇതിനെ പറയേണ്ടി വരും. നേരത്തെ ചില അടിപിടി കേസുകളിൽ ഈ ധനീഷ് പ്രതിയായിരുന്നു. തികച്ചും ഈ കാരണം മാത്രമാണോ ഈ കൊലപാതകത്തിന് പിന്നിലുള്ളത് എന്നതിനെക്കുറിച്ച് പോലീസ് വിശദമായ ആലോചനകൾ നടത്തുകയാണ്. നേരത്തെ കാർ കത്തിച്ച സംഭവം ബീച്ചിൽ വൈകുന്നേരം മുതൽ പരിശോധിക്കേണ്ട വിഷയമാണ്. അനീഷ് സൂചിപ്പിച്ചതുപോലെ ശ്രീകാന്ത് നിരവധി കേസുകളിൽ പ്രതിയാണ്. ധനേഷിൻ്റെതും ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ് ധനേഷും. അങ്ങനെ അതായത് കൃത്യമായൊരു ആസൂത്രണം ഈ സംഭവത്തിന് പിന്നിലുണ്ട്, ഈ കൊലപാതകത്തിന് പിന്നിലുണ്ട്. ധനേഷ് തനിച്ചാണോ കൃത്യം നടത്തിയത്? ഇയാൾക്ക് സഹായത്തിനായി, കാരണം ശ്രീകാന്തിനെ പോലെ ഒരു ഗുണ്ടാ പശ്ചാത്തലമുള്ള, ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയെ തനിച്ച് പോയി ആക്രമിക്കുന്നു. അത് പോലീസ് വിശ്വസിക്കുന്നുണ്ടോ? അതോ ഇയാൾക്ക് ഈ കൊലപാതകം നടത്തുന്നതിനും അതിനു മുൻപ് ഈ കാറ് കത്തിക്കുന്നതിനും ഒക്കെ ആരുടെങ്കിലും സഹായം ലഭിച്ചിരുന്നോ ധനേഷിന്? നിലവിൽ പോലീസ് പറയുന്നത് ഒറ്റയ്ക്ക് നടത്തിയ കുറ്റകൃത്യം എന്ന രീതിയിൽ തന്നെയാണ്. മറ്റുള്ള ആളുകൾ ഈ കേസിൽ പങ്കെടുത്തു അല്ലെങ്കിൽ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തു എന്നതിനെക്കുറിച്ച് കൃത്യമായ തെളിവുകൾ ഇനിയും ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ശ്രീകാന്തിൻ്റെ കാറ് കത്തിച്ചതുമായി ബന്ധപ്പെട്ട്. കാരണം പലപ്പോഴും ഈ ശ്രീകാന്ത് ഇത്തരം വീടിനകത്ത് കിടന്നുറങ്ങുന്ന ആളല്ല, രാത്രി പതിവായി മദ്യപിക്കുന്ന ആളാണ്. അതിനുശേഷം പലപ്പോഴും ഓട്ടോറിക്ഷയിലോ കാറിലുമൊക്കെ കിടന്നാണ് ഉറങ്ങുന്നത്. ഇത്തരത്തിൽ പുറത്ത് കിടന്നുറങ്ങുന്ന ആളാണ് എന്നത് കൃത്യമായി ഈ ധനീഷിന് അറിയാം. പ്രത്യേകിച്ചും കാറിൽ പലപ്പോഴും കിടന്നുറങ്ങുന്ന ആളാണെന്ന് അറിയാം. അതുകൊണ്ടാണ് കാർ കത്തിച്ച് ഇയാളെ കൊല്ലാനുള്ള ഒരു ശ്രമം നടത്തിയതെന്നാണ് പോലീസ് നിഗമനം. പക്ഷേ ആ സമയത്ത് ശ്രീകാന്ത് കാറിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കാർ കത്തിയുകൊണ്ടാണ് പിന്നീട് അടുത്ത ദിവസം ഈ ഓട്ടോറിക്ഷയിൽ കിടന്നുറങ്ങാൻ എന്ന വഴി ഈ ശ്രീകാന്ത് തിരഞ്ഞെടുക്കുകയും ആ സമയം കൃത്യമായി മനസ്സിലാക്കുകയും, കാരണം അടുത്ത പരിചയക്കാരും ബന്ധുവൊക്കെ ആയതുകൊണ്ട് അയാൾ ഏതൊക്കെ സമയത്താണ് ചെയ്യുന്നതെന്ന് കൃത്യമായി അറിയാം. അതുകൊണ്ട് അങ്ങനെ കൃത്യമായി കരുതിക്കൂട്ടിയാണ് ഈ കൃത്യം ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. മറ്റ് ആളുകളുടെ ഒരു ഇടപെടൽ ഈ കേസിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് വളരെ വിശദമായി തന്നെ അന്വേഷിച്ചു വരികയാണ്. കേട്ടോ അനീഷ്, ഈ കാർ കത്തിച്ചു, കഴിഞ്ഞ ദിവസം കാർ കത്തിച്ചു ശ്രീകാന്തിനെ കൊലപ്പെടുത്താനായിരുന്നു ശ്രമമെന്ന് പറയുന്നുണ്ട്. അന്ന് സംഭവം നടന്ന് പിറ്റേ ദിവസമാണ് പിന്നെ കൊലപാതകം നടക്കുന്നത്. അന്ന് യാതൊരു വിധത്തിലുള്ള സംശയവും ഈ ശ്രീകാന്തിന് തോന്നിയിരുന്നില്ലേ? അങ്ങനെ പോലീസിൽ കാർ കത്തിയതുമായി ബന്ധപ്പെട്ട പരാതിയൊന്നും നൽകിയിരുന്നില്ലേ? തീർച്ചയായും പോലീസിൽ പരാതി നൽകി. പക്ഷേ ശ്രീകാന്തിനെ ബന്ധപ്പെടുത്തി പരാതി നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ കാരണത്തെ ചൊല്ലി ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടൽ ഉള്ളതൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നിലവിൽ പോലീസ് പറയുന്നത്. കാരണം വാക്കുതർക്കമോ മറ്റ് അമ്മയോട് എന്തെങ്കിലും സംസാരിച്ചോ എന്ന് ചൊല്ലിയുള്ളൊരു വാക്കേറ്റമോ ഒന്നും ഇരുവരും തമ്മിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ ഈ ശ്രീകാന്തിൻ്റെ അമ്മയോട് ധനീഷിൻ്റെ അമ്മയോട് ശ്രീകാന്ത് മോശമായി പെരുമാറിയതിനെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ മാത്രം ലഭിച്ചിരുന്നു. പക്ഷേ ആ പക ഒരുപക്ഷെ ഉള്ളിൽ കൊണ്ടു നടക്കുകയായിരിക്കും ധനീഷ്. പരസ്യമായൊരിടത്ത് വെച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ ഇതേ ചൊല്ലിയുള്ള വാക്കേറ്റം ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യാതെ തൻ്റെ പ്രതികാരം നേരിട്ട് തന്നെ ഏതേനും വിധേന തീർക്കാം എന്നൊരു ആസൂത്രണത്തിലേക്കായിരിക്കും ധനീഷ് കടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അത്യാവശ്യം ഈ ചെറിയ അടിപിടി കേസുകളിലുമൊക്കെ പ്രതിയാണ് ഇയാൾ. അടിപിടി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുമുള്ളതാണ്. അതുകൊണ്ട് ഇത്തരം ഒരു സംഘർഷത്തിലേക്കൊന്നും നീങ്ങുന്നതിന് വലിയ മടിയുള്ള ആളല്ല. ഒപ്പം ഈ അർദ്ധരാത്രി അസമയത്ത് ചെല്ലുമ്പോൾ ഇയാൾ നല്ല മദ്യലഹരിയിലായിരിക്കും എന്ന കാര്യത്തെക്കുറിച്ച് ഈ ധനീഷിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. കാരണം വൈകുന്നേരം കോഴിക്കോട് ബീച്ചിൽ വെച്ച് തമ്മിൽ കാണുമ്പോഴല്ല ഇയാളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ശ്രീകാന്തിനെ ധനീഷ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തും നല്ല അർദ്ധബോധാവസ്ഥയിലോ അല്ലെങ്കിൽ അബോധാവസ്ഥയിൽ എന്ന തരത്തിൽ ഉള്ള ഒരു മദ്യപാനാവസ്ഥയിലായിരുന്നു ഇയാൾ. കൂട്ടുകാരോടൊപ്പമൊക്കെ മദ്യപിച്ച് വലിയ മദ്യത്തിൻ്റെതായ ലക്ഷണങ്ങൾ പ്രകടമാക്കിയിരുന്നു. അതുകൊണ്ട് ധനീഷിന് മനസ്സിലായി കുറച്ചുകൂടി അനായാസമായി കൃത്യം നടത്താൻ കഴിയുമെന്ന്. കാരണം എത്ര ശക്തനായ ആളാണെങ്കിലും അല്ലെങ്കിൽ എത്ര കൊലക്കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണെങ്കിലും മദ്യപിച്ച് അങ്ങേയറ്റം ബോധം പോയൊരവസ്ഥയിലാണെങ്കിൽ എതിരാളിയോട് വലിയ തോതിൽ ഏറ്റുമുട്ടാനാവില്ല അല്ലെങ്കിൽ ചെറുത്ത് നിൽക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി ധനീഷിന് അറിയാം. അതുകൊണ്ടാണ് അവസരം പാത്ത് നിന്ന ശേഷം ആ സുഹൃത്തുക്കളൊക്കെ ഒഴിഞ്ഞ് മറ്റ് ദൃക്സാക്ഷികൾ ആരും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒപ്പമുള്ളയാൾ ഈ മദ്യപിച്ച് അബോധാവസ്ഥയിൽ കിടക്കുകയാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇത്തരമൊരു കുറ്റകൃത്യത്തിലേക്ക് കടന്നത്. അങ്ങേയറ്റം പൈശാചികമായ രീതിയിൽ തന്നെയുള്ള ഒരു കൊലയാണ് നടന്നിരിക്കുന്നത്. എന്തായാലും നിലവിൽ പോലീസിനോട് പ്രതി സമ്മതിച്ചിരിക്കുന്ന വിഷയം പോലീസിന് മനസ്സിലാക്കാൻ
കഴിഞ്ഞിരിക്കുന്നതുമായ വിഷയം ഈ ധനീഷിൻ്റെ അമ്മയോട് പ്രതി ശ്രീകാന്ത് അപമര്യാദയായി പെരുമാറി ആ പ്രതികാരത്തിൽ നിന്നും ഉയർന്നു വന്ന ഒരു വികാരത്തിൻ്റെ പുറത്താണ് ഈ കൊലപാതകം ചെയ്തിരിക്കുന്നു എന്നതാണ് ടോം. അനീഷ്, ഈ പ്രതിയെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ച് ദുഷ്കരമായിട്ടുള്ള കാര്യമായിരുന്നു. അനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സംഭവം നടന്ന ആദ്യഘട്ടത്തിൽ പല രീതിയിലുള്ള സംശയങ്ങളുണ്ടായി. ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ് ശ്രീകാന്ത്, നിരവധി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തി. അങ്ങനെ ഒരു ഗുണ്ടാ കുടിപ്പകയുടെ ഭാഗമായിട്ടുള്ള കൊലപാതകമായിരുന്നു എന്നൊക്കെ പോലീസ് ആദ്യഘട്ടത്തിൽ സംശയിച്ചിരുന്നു. എങ്ങനെയാണ് പോലീസിന് ഈ ധനേഷിലേക്ക് എത്താൻ കഴിഞ്ഞത്? ഈ ബൈക്കിൽ ഒരു ഹെൽമറ്റ് വെച്ച് ബൈക്കിൽ ഒരാൾ പോകുന്നത് മാത്രം കാണാൻ കഴിഞ്ഞു. അതിനപ്പുറം ഈ പ്രതിയിലേക്ക് എത്താൻ കഴിയുന്ന രീതിയിലുള്ള കൃത്യമായ തെളിവുകൾ പോലീസിന് എങ്ങനെയാണ് ലഭിച്ചത് അനീഷ്? രണ്ട് തരത്തിലുള്ള സംഭവത്തെ കുണ്ടൂപ്പറമ്പിലെ പ്രഭുരാജ് കൊലക്കേസിലെ പ്രതിയാണ്. അതുകൊണ്ട് തന്നെ ആ കൊലക്കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മരിച്ചയാളുടെ ബന്ധുക്കൾ മറ്റും ഒക്കെ പ്രതികാരം ചെയ്യാൻ അല്ലെങ്കിൽ ഈ വ്യക്തിയോടുള്ള പക തീർക്കാനായി രംഗത്തിറങ്ങും എന്നതാണ് പലപ്പോഴും ആദ്യ നിഗമനത്തിലേക്ക് പോലീസ് എത്തിക്കുന്നത്. കാരണം ഒരു ക്രിമിനൽ കേസിലെ പ്രതിയാണ് ഇയാൾ. പിന്നീടാണ് 2 ദിവസം മുമ്പ് ഇയാളുടെ കാറ് കത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട പരാതികൾ ലഭിക്കുന്നത്. അത്തരത്തിൽ 2 സംഭവങ്ങളാണ്. ഒന്ന്, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കൊലപാതകം, ഇതിനെ തുടർന്ന് തൊട്ടടുത്ത ദിവസം ഈ മരണത്തിന് 2 ദിവസം മുമ്പ് ഇയാളുടെ കാർ കത്തിപ്പോകുന്നു. അപ്പോഴും ആദ്യ സംശയം പോലീസിന് ഈ പ്രഭുരാജ് കൊലക്കേസുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു. കാരണം അതിലെ പക തീർക്കാൻ വർഷങ്ങൾക്ക് ശേഷം ആരെങ്കിലും എത്തിയതായിരിക്കും. അതിൻ്റെ ആദ്യ ഒരു സൂചനയായി ഭീഷണിപ്പെടുത്തലായി കാർ കത്തിക്കുന്നു. 2 ദിവസം കഴിഞ്ഞ് ഇയാളെ തന്നെ വകവരുത്തുന്നു എന്ന രീതിയിലായിരുന്നു ആലോചനകളുണ്ടായിരുന്നത്. പക്ഷേ ആ കേസ് അല്ലെങ്കിൽ അത്തരത്തിൽ ഈ അന്വേഷണങ്ങൾ ആരംഭിച്ചപ്പോഴും അത് കാര്യമായി തെളിവുകൾ അതുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിക്കുകയുണ്ടായില്ല. ഈ പണിക്കർ റോഡിൽ ഈ കാറും കത്തിക്കിടക്കുന്ന അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ വെച്ച് ഇയാൾ കുത്തേറ്റ് കിടക്കുന്ന സ്ഥലത്ത് ഈ CCTV ദൃശ്യങ്ങളും മറ്റും നേരിട്ട് ലഭിക്കാനുള്ള സാഹചര്യമില്ലായിരുന്നു. അവിടെയെങ്കിലും CCTV ഇല്ലെന്നാണ് പോലീസ് പറഞ്ഞത്. പക്ഷേ സമീപ പ്രദേശങ്ങളിലെ CCTV പരിശോധിച്ചപ്പോഴാണ് ബൈക്കിൽ ഒരാൾ ഹെൽമറ്റുമായി പോകുന്നത് കണ്ട്. പക്ഷേ ആ ദൃശ്യങ്ങളിൽ ധനീഷ് എന്ന് വ്യക്തമായി അറിയാനുള്ള തിരിച്ചറിയൽ രേഖകളില്ല, അല്ലെങ്കിൽ തിരിച്ചറിയാൻ കഴിയുന്നതായിരുന്നില്ല എന്ന് പോലീസ് പറയുന്നു. അപ്പോഴാണ് ഈ അമ്മയോട് അപമര്യാദയായി പെരുമാറിയ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുകയും ധനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്ത് ആദ്യം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും ഇത്തരം ഒരു കുറ്റകൃത്യം താനാണ് ചെയ്തതെന്ന് സമ്മതിക്കാൻ ഇയാൾ തയ്യാറായില്ല. പിന്നീട് ഈ CCTV ദൃശ്യങ്ങളടക്കം കാണിച്ച് ഈ ധനീഷിൻ്റെ ബൈക്കാണിത്, ഈ ഹെൽമറ്റ് ധനീഷിൻ്റെ അനക്കുള്ള രീതിയിലുള്ള സമർത്ഥിക്കാൻ പോലീസ് ശ്രമിച്ചു. അങ്ങനെ സമർത്ഥിച്ച് പിന്നീട് മറ്റു ചില തെളിവുകൾ കൂടി ഈ സൈബർ സെല്ലും മറ്റുമൊക്കെ സജീവമായി ഇറങ്ങിയാണ് ഈ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കേവലം 1.5 ദിവസത്തിനുള്ളിൽ തന്നെ ഈ പ്രതിയെ പിടികൂടാൻ സാധിച്ചു. കാരണം ഇന്നലെ രാത്രിയോടുകൂടി പ്രതിയെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിനുശേഷം രാത്രി 11:30 അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞു. ഈ പ്രതിയുടെ മൊബൈൽ ഫോൺ ഈ കൊല നടക്കുമ്പോൾ ഈ ശ്രീകാന്തിൻ്റെ സ്ഥലത്തുണ്ടായിരുന്നു. ഏതാണ്ട് വലിയ ദൂരമില്ല, വെള്ളയിൽ തന്നെയാണ് ഇരുവരുടെയും വീടുള്ളത്. അങ്ങനെയുള്ള മറ്റ് ശാസ്ത്രീയ തെളിവുകൾ കൂടി സമർത്ഥിച്ച് നടത്തിയ ചോദ്യം ചെയ്യലാണ് പ്രതി അവസാനം കുറ്റം സമ്മതിച്ചിരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ പ്രതി പറയുന്ന കാര്യങ്ങൾ ആണ് മുഖവിലേക്ക് എടുത്തിരിക്കുന്നത്. വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട്ടെ ഓട്ടോ ഡ്രൈവറായ ശ്രീകാന്തിന്റെ കൊലപാതകത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. ശ്രീകാന്ത് സുഹൃത്തായ ധനേഷിന്റെ അമ്മയോട് കഴിഞ്ഞ ദിവസം മോശമായി പെരുമാറിയിരുന്നു. ഇതിന്റെ പകയിൽ ധനേഷ് ശ്രീകാന്തിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് നൽകുന്ന വിവരം.